എല്ലാവർക്കും കായാസ് ഹെൽത്തി കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മളെ മലബാറുകാരുടെ ഒരു സ്പെഷ്യൽ ഡിഷായ ഉന്നക്കായുമായിട്ടാണ്. വളരെ എളുപ്പത്തിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, ഒരുപാട് സമയമൊന്നും വേണ്ട. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉന്നക്കായ വീട്ടിൽ തന്നെ തയ്യാറാക്കുക എന്ന് നോക്കാം. ഉന്നക്കായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 3 പഴം എടുത്തിട്ടുണ്ട്. പഴം എടുക്കുമ്പോൾ ഒരുപാട് പഴുത്ത പഴം ആവരുത്, തീരെ പഴുക്കാത്ത പഴവും ആകരുത്. ഒരു മീഡിയം സൈസ് പഴുത്ത പഴം എടുക്കുക. നമ്മളിത് ആവിയിൽ വെച്ചിട്ടൊന്ന് പുഴുങ്ങിയെടുക്കണം. അതിനു മുമ്പ് ആദ്യം ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നമുക്കിതിൻ്റെ ഉള്ളിൽ കറുത്ത കുരുക്കളും നാരൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം. ആവിയിൽ വേവിച്ചതിന് ശേഷം കളയുന്നതിനേക്കാളും കുറച്ചുകൂടി എളുപ്പം ഇങ്ങനെ കളഞ്ഞിട്ട് ആവിയിൽ വെക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് എങ്ങനെയാണ് സൗകര്യം അതുപോലെ വെക്കാം. ഇങ്ങനെ ആവിയിൽ വെച്ച് പുഴുങ്ങിയതിന് ശേഷം കളഞ്ഞെടുത്താലും കുഴപ്പമില്ല, അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. കുരുക്കളൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. ഈ നടുക്കത്തെ ഭാഗം മാറ്റാം, കുരുക്കൾ കളഞ്ഞിട്ട്. ഇങ്ങനെയാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് കളഞ്ഞെടുക്കാൻ പറ്റും. കുരുക്കളൊക്കെ കളഞ്ഞിട്ട് നമ്മൾ ഇഡ്ഡലി തട്ടിലോ എങ്ങനെയാലും ആവിക്ക് വെച്ചിട്ടൊന്ന് നന്നായി ഒന്ന് ഇത് പുഴുങ്ങിയെടുക്കണം. ഇത് ഇങ്ങനെ കളഞ്ഞെടുക്കുക. അതുപോലെ നമുക്ക് എല്ലാ പഴവും ഇങ്ങനെ കളഞ്ഞെടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ എല്ലാം ഇങ്ങനെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ആ കുരു അതിൻ്റെ ഉള്ളിലെ നാര് പോലത്തെ ഒക്കെ കളഞ്ഞെടുത്തിട്ട് നമുക്കിതൊന്ന് ആവിയിൽ വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇതൊന്ന് നമുക്ക് പുഴുങ്ങിയെടുക്കാം. ഇതൊന്ന് നമുക്കൊന്ന് പുഴുങ്ങിയിട്ടെടുക്കാം. ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഇത് അടച്ചു വെച്ചിട്ട് നമുക്കൊന്ന് മീഡിയം തീയിലിട്ടിട്ട് ഒന്നൊന്ന് ആവി കയറ്റിയിട്ടൊന്ന് പുഴുങ്ങിയെടുക്കാം. ഇപ്പം നമ്മൾ പഴം പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് റെഡിയാകുമ്പോഴേക്ക് നമുക്ക് ഉന്നക്കായയിലേക്ക് വേണ്ട ഫില്ലിങ് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു പാൻ വെച്ച് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് 2 സ്പൂൺ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് നെയ്യിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലെങ്കിൽ നെയ്ക്ക് പകരം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്താൽ മതി. നെയ്യ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ചിലവർക്ക് നെയ്യിൻ്റെ ടേസ്റ്റ് അത്ര പിടിക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയാണെങ്കിൽ വെളിച്ചെണ്ണയിൽ ചെയ്താലും മതി. ഇനി മുഴുവനും നെയ്യ് വേണമെങ്കിൽ 1 സ്പൂൺ നെയ്യോ 1 സ്പൂൺ വെളിച്ചെണ്ണയോ എങ്ങനെയാണെങ്കിലും അത് നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ ചെയ്തെടുക്കാം. നെയ്യിലാകുമ്പോൾ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം നെയ്യ് നന്നായി ഒന്ന് മെൽട്ടായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. 1 പിടി അണ്ടിപ്പരിപ്പ്. അണ്ടിപ്പരിപ്പ് ഞാനൊന്ന് ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. ഇതൊന്ന് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതൊന്ന് കളർ മാറി വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ഗോൾഡൻ കളറൊന്നും വേണ്ട, ഒന്ന് മൂത്ത് വന്നാൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് മുന്തിരി ചേർത്ത് കൊടുക്കാം. ഉണക്കമുന്തിരി. അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. അപ്പോൾ നമ്മളെ മുന്തിരി ഒന്ന് ചൂടായി നല്ല സോഫ്റ്റായി വന്നിട്ട് ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് തേങ്ങയാണ്. തേങ്ങ ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ ഞാനൊരു 1.5 ഗ്ലാസ് തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങ ചേർത്ത് കൊടുക്കാം.
തേങ്ങ നല്ലോണം കളർ മാറി വരുമൊന്നും വേണ്ട, ഒന്ന് ഇതിൽ നെയ്യിലൊക്കെ കിടന്ന് ഒന്ന് സോഫ്റ്റ് ആയാൽ മതി. തേങ്ങയിൽ തേങ്ങ കഷ്ണങ്ങളൊന്നും ഇല്ലാതെ വേണം നമ്മൾ ചേർത്ത് കൊടുക്കാൻ. ഇപ്പം നമ്മൾ തേങ്ങ ഒന്ന് കളർ മാറി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1/2 സ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏലക്ക ഒന്ന് പഞ്ചസാരയും ചേർത്ത് ഒന്ന് പൊടിച്ചെടുത്തതാണ്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാരയാണ്. പഞ്ചസാര നിങ്ങൾക്ക് മധുരത്തിനനുസരിച്ചിട്ട് അത് നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 3 സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നോക്കിയിട്ട് മധുരം കുറവാണെങ്കിൽ പിന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പഞ്ചസാര നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് മെൽട്ടായിട്ട് വരണം. നമ്മുടെ പഞ്ചസാരയും തേങ്ങയും കൂടി നന്നായി ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ ഒരുപാടൊന്നും വേണ്ട, ഒരു നുള്ളു ഉപ്പ് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചിലവർ ഇത് ഉണ്ടാക്കുമ്പോൾ ഇതിൽ മുട്ടയൊക്കെ പൊട്ടിച്ച് ചേർത്തിട്ട് ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെയൊന്നും ചേർക്കുന്നില്ല. ഞാൻ തേങ്ങ മാത്രമേ ആ ഫില്ലിംഗ് ആയി കൊടുക്കുന്നുള്ളൂ. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. നന്നായി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മധുരം ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നോക്കി കൊടുക്കണം. ഞാനിതിപ്പോൾ ഒരു മീഡിയം മധുരമാണ്. അപ്പോൾ നിങ്ങൾ മധുരം ചേർക്കുമ്പോൾ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കും. നമുക്ക് പഴം ഒന്ന് തുറന്ന് നോക്കാം. പഴം റെഡി ആയിട്ടുണ്ട്. ഒരു ഫോർക്കോ എന്തെങ്കിലും വെച്ചൊന്ന് കുത്തിയൊക്കെ നന്നായി ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിൻ്റെ കുരുവൊക്കെ കളഞ്ഞുകൊണ്ട് ഇനി കളയൊന്നും വേണ്ട. ഇനി ഇത് നന്നായി തഴഞ്ഞതിന് ശേഷം നമുക്ക് നന്നായി ഒന്ന് ഉടച്ചെടുക്കാം. നമ്മൾ പഴം നന്നായി തഴഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇതുപോലത്തെ ഒരു ഫോർക്കോ അല്ല സ്പൂണോ വെച്ച് നന്നായി ഒന്ന് ഉടച്ചെടുക്കണം. കട്ടയൊന്നും ഉണ്ടാകാൻ പാടില്ല. നന്നായി ഒന്ന് ഉടച്ചെടുക്കണം. മിക്സിയിലിട്ടിട്ട് അടിക്കരുത്. മിക്സിയിലിട്ട് അടിച്ചാൽ ചിലപ്പോൾ നന്നായി ടൈറ്റായിപ്പോൾ നമുക്കത് ശരിക്കും ഉരുട്ടിയൊക്കെ കിട്ടൂല, അങ്ങനെ ശരിയാവില്ല. അതുകൊണ്ട് ഇങ്ങനെ ഉടച്ചെടുത്താണ് കുറച്ചും കൂടി നല്ലത്. പഴം ഞാൻ നന്നായി ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. കട്ടിയൊന്നും ഇല്ലാണ്ട് ഉടച്ചെടുക്കണം. നന്നായി ഞാൻ ഉടച്ചെടുത്തിട്ടുണ്ട്. നമുക്കൊരു പ്ലേറ്റിൽ കുറച്ച് നെയ്യ് തടവി കൊടുക്കാം. നമ്മൾ ആക്കിയിട്ട് പ്ലേറ്റിൽ വെക്കുമ്പോൾ പ്ലേറ്റിൽ പറ്റി പിടിക്കാണ്ടിരിക്കാനാണ് നെയ്യ് തടവി കൊടുക്കുന്നത്. നമുക്ക് ഇതിനകത്ത് ഒരു ചെറിയ ഉരുളയാക്കി എടുക്കാം. വലുപ്പമൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെറിയത് വേണമെങ്കിൽ ചെറുതാക്കാം, വലുത് വേണമെങ്കിൽ വലുതാക്കാം. നമ്മൾ കുറച്ച് നെയ്യൊന്ന് കൈമേലും ഒന്ന് ആക്കിക്കൊടുത്ത് അത് കൈക്കൊന്നും അങ്ങനെ പറ്റി പിടിക്കില്ല. അതുകൊണ്ടാണ് ഉരുളയെടുക്കാം. ജസ്റ്റ് ഒന്ന് കയ്യിൽ വെച്ചിട്ടൊന്ന് പരത്തി കൊടുക്കാം. ഒരുപാട് ലൂസും ആക്കണ്ട, ഒരുപാട് ടൈറ്റും ആക്കണ്ട. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഫില്ലിങ് ഒരു സ്പൂണോളം ഒന്ന് ചേർത്ത് കൊടുക്കാം.
ഞാൻ ഒരുപാട് വലിയ ഉന്നക്കായ ആക്കുന്നില്ല, ഒരു മീഡിയം സൈസ് ആക്കുന്നുള്ളൂ. വലിപ്പമൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്. എന്നിട്ട് നമുക്കിതൊന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം. സാവധാനം ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തേ. ഒരു ഉന്നക്കായയുടെ ഷേപ്പിലൊന്ന് ആക്കി കൊടുക്കാം. ഇതൊന്ന് ആക്കിയിട്ടുണ്ട്. നമുക്കിത് അതുപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടി ഒന്ന് ഉരുട്ടിയിട്ടൊന്ന് ഷേപ്പ് ആക്കി കൊടുക്കാം. ഞാൻ എല്ലാം ഇങ്ങനെ ഉന്നക്കായയുടെ ഷേപ്പിൽ ആക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ചെറിയ ചെറിയ ഉന്നക്കായൊക്കെ, നിങ്ങൾക്ക് വലിപ്പമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറക്കുകയൊക്കെ ചെയ്യാം. ഇതൊരു മീഡിയം സൈസിലാണ് ഞാൻ ആക്കിയത്. നമുക്കിതൊന്ന് എണ്ണയിലിട്ടൊന്ന് പൊരിച്ചെടുക്കാം. അപ്പം ഞാനിവിടെ എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. നമ്മളൊരു മീഡിയം തീയിലിട്ടിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. രണ്ട് സൈഡും ഒരു ഗോൾഡൻ കളർ ആവുന്നേരം തിരിച്ചും മറിച്ചു വിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. എണ്ണ തീ കൂട്ടി വെച്ച് കൊടുക്കരുത്. അപ്പം എണ്ണ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിത് ഓരോന്നായിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഉന്നക്കായ ഇങ്ങനെ റെഡിയായി വരുന്നുണ്ട്. രണ്ട് സൈഡും തിരിച്ചും മറിച്ചു വിട്ടിട്ടൊന്ന് റെഡിയാക്കി എടുക്കണം, നല്ല ഗോൾഡൻ കളർ ആവുന്നത് വരെ. ഇപ്പോൾ ഏകദേശം റെഡിയായി. നല്ല കളറൊക്കെ മാറി വന്നിട്ടുണ്ട്, നല്ലൊരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. തിരിച്ചും മറിച്ചും ഇട്ടിട്ട് വേണം നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം തീയിലിട്ടിട്ട് നമുക്കിതും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് റെഡി ആയിട്ടുണ്ട്. എല്ലാ സൈഡും നല്ലൊരു ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇത് സമയം എടുത്തിട്ട് തിരിച്ചും മറിച്ച് വിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇനി നമുക്കിതൊന്ന് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പം ഞാൻ എല്ലാ ഉന്നക്കായും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പം നമ്മളെ മലബാർ സ്പെഷ്യൽ ഉന്നക്കായ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.